ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഫുട്ബോൾ ലോകത്ത് നിന്നും നമ്മെ തേടിയെത്തിയിട്ടുള്ളത്. തികച്ചും അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ്. അതായത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് നിക്കോ വില്യംസ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ FC ബാഴ്സലോണയിലേക്ക് വരും എന്നായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരുന്നു. നിക്കോ വില്യംസ് ബാഴ്സയുമായി പേഴ്സണൽ അഗ്രിമെന്റിൽ വരെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും ഉറപ്പിച്ചിരുന്നത് നിക്കോ വില്യംസ് ബാഴ്സയുടെ താരമാകും എന്നായിരുന്നു. പക്ഷെ ട്വിസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിക്കോ വില്യംസ് അത്ലറ്റിക് ക്ലബ്ബുമായി അഥവാ താൻ തുടരുന്ന ക്ലബ്ബുമായി പുതിയ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കോൺട്രാക്റ്റ് അല്ല. 8 വർഷത്തേക്കാണ് നിക്കോ വില്യംസ് കരാർ പുതുക്കിയിട്ടുള്ളത്. ആകെ 10 വർഷത്തെ കോൺട്രാക്ട് ഇപ്പോൾ താരത്തിനുണ്ട്. അതായത് 2035 വരെ അത്ലറ്റിക് ക്ലബിൽ തുടരാൻ നിക്കോ വില്യംസ് തീരുമാനിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി ബാഴ്സയെ നിക്കോ വില്യംസ് തേച്ചു എന്ന് പറയുന്നതാകും ശരി. കാരണം കഴിഞ്ഞ സമ്മറിൽ നിക്കോയെ സ്വന്തമാക്കാൻ വേണ്ടി ബാഴ്സ വലിയ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവസാന നിമിഷം നിക്കോ വില്യംസ് അത്ലറ്റിക് ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് സമാനമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും അരങ്ങേറിയിട്ടുള്ളത്. നിക്കോയുടെ ഏജന്റ് തന്നെയാണ് ബാഴ്സയെ സമീപിച്ചിരുന്നത്, ഡെക്കോയെ സമീപിച്ചിരുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടി നിക്കോ തേച്ചു എന്ന് പറയുന്നതാവും ശരി. ഏതായാലും ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇത്. പ്രത്യേകിച്ച് റാഫീഞ്ഞ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ താരത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഇദ്ദേഹം എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു യു ടേൺ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.